അറിയാം അല്ലേ, അനുനിമിഷം സാങ്കേതികവിദ്യ വളരുകയാണ്. ഇന്നിപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ നമ്മുടെ തലശ്ശേരി റിപ്പോർട്ടർ കഴിയുമ്പോഴേക്കും പല കാര്യങ്ങളിലും കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുക. അതുപോലെയാണ് എയും അല്ലെങ്കിൽ വാഹന രംഗത്തും ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ആളില്ല, ഡ്രൈവറില്ല വാഹനങ്ങൾ വളരെ സജീവമായി ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഓടിത്തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലും വളരെ സജീവമായി തന്നെ അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ദാ ബംഗളൂരുവിൽ നടന്ന ഒരു ഡ്രൈവറില്ലാ കാറിൻ്റെ പരീക്ഷണം അത് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. കാണാം ആ ദൃശ്യങ്ങൾ. കെ ബി ശ്രീധരനുണ്ട് ബംഗളൂരിൽ നിന്ന്. ശ്രീധര, ഇത് ഏത് കമ്പനിയാണ് ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്നത്? അപ്പം ഒരു ആത്മീയ ആചാര്യനെയൊക്കെ അല്ലേ അതിൽ കാണാം. അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ആദ്യ യാത്ര ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഇത് ആരാണ് ഇതിന് പിന്നിൽ? ദിവിഷ്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ദുബായിൽ നിന്ന് സുരേഷ് ഏട്ടൻ ഒരു വാർത്ത, ആളില്ലാ ഡ്രൈവറില്ലാ കാറിനെ വെച്ചുള്ള ഒരു വാർത്ത കണ്ടപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എന്ന് വരും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരുന്നു. ഏതായാലും അതുപോലെ തന്നെയുള്ള അതിൻ്റെ ഒരു ആദ്യ ശ്രമം, ആദ്യ ചുവടുവയ്പ് മാത്രമേ ഇതായിട്ടുള്ളൂ. ഇത് ബംഗളൂരുവിലെ RV കോളേജ്, വിപ്രോ, IISc ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇതെല്ലാം ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു വയറിൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു പ്രോട്ടോടൈപ്പ് എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിൽ ഉള്ളൊരാളില്ല അല്ലെങ്കിൽ ഡ്രൈവറില്ല കാറ് ഇപ്പോൾ രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ കാണുന്ന ക്യാമ്പസിൽ നടത്തിയ ചെറിയ പരിപാടിയാണ്. സ്വാമിജി സിദ്ധാതീർത്ഥ സ്വാമിജിയാണ്. സ്വാമിജിയെ ആ കോളേജിൽ അല്ലെങ്കിൽ ആ ക്യാമ്പസിൽ വന്നപ്പോൾ സ്വാമിജിയും വെച്ചുകൊണ്ടാണ് ആ കാറ് മുന്നോട്ട് പോകുന്നത്. ഡ്രൈവറില്ലാതെ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഡ്രൈവറില്ലാതെ നാവിഗേഷൻ സംവിധാനത്തിലൂടെ കാറ് മുന്നോട്ട് പോകുന്നു. ഏതായാലും ഇത് നമ്മുടെ ഭാവിയിലേക്കുള്ള വലിയ ചുവടുവയ്പ്പാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ ഒരു കാറ് നമ്മുടെ നിരത്തിലിറങ്ങലിൽ ഒരുപാട് കാര്യങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് അതിനുള്ള സംവിധാനങ്ങൾ റോഡിൽ വരണം. അതായത് ഏറ്റവും റോഡ് റേജ് നടക്കുന്ന ഒരു സ്ഥലമാണ് ബംഗളൂരു, അല്ലെങ്കിൽ ഇന്ത്യയിലെ പല റോഡുകളും എന്നൊക്കെ നമുക്ക് അറിയാം. അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം മാറണം. കൃത്യമായിട്ട് ഈ ഡ്രൈവറില്ല കാറുകൾ പോകുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു പാത്ത് വേണം. അങ്ങനെ ഒരുപാട് അതിൻ്റെ ടെക്നോളജി അതുപോലെ വികസിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും വികസിക്കേണ്ടതുണ്ട്. ഏതായാലും അതിലേക്കുള്ള ചെറിയൊരു ചുവടുവയ്പ്പുമായി മാത്രമേ നമ്മൾ ഇതിനെ കണ്ടാൽ മതി. ഏതായാലും ഇതിൻ്റെ കൂടുതൽ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക എന്നാണ് വിപ്രോയും അതുപോലെ തന്നെ IISc ഒക്കെ അറിയിക്കുന്നത്. നിലവിലേതായാലും നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതിന് പിന്നിൽ കുറേ കുട്ടികളും അതുപോലെ തന്നെ IIScയിലെ അധ്യാപകരും അവരുടെയൊക്കെ തലച്ചോറ് ഉപയോഗിച്ചാണ് ഇത്തരത്തിലൊരു സംരംഭത്തിലേക്ക് നമ്മൾ ചുവട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിന് ഭാവുകങ്ങൾ നേരാം. വൈകാതെ തന്നെ നമ്മുടെ നിരത്തുകളിലേക്ക്. അതാണ് ശരിയാ ശ്രീധര, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ അല്ലേ. അവർക്കൊരു എക്സ്പോഷർ വലിയ തോതിൽ കിട്ടുന്നു. അപ്പം ശ്രീധരൻ പറഞ്ഞ പോലെ നമ്മുടെ മറ്റ് സംവിധാനങ്ങളൊക്കെ കാര്യമായി മാറിയാലേ ഈ സംവിധാനം അല്ലേ ഇങ്ങനെ ഡ്രൈവറില്ല വാഹനങ്ങൾക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഓടാൻ കഴിയൂ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ സംഭവിക്കാവുന്ന കാര്യമാണ്. ശരി ശ്രീധര.